മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന പ്രിയ നായിക നടിയാണ് ഉർവശി. അഭിനയം രക്തത്തിൽ കലർന്ന ആ നായിക നടി ഈ അടുത്ത കാലത്ത് പല സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. പലർക്കും ധൈര്യമില്ലാത്ത ആ സത്യങ്ങൾ അവർ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തണ്ടേ? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുമായി സംസാരിക്കുകയുണ്ടായി. അപ്പം അവരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളിപ്പോഴും ഉർവശിയെക്കുറിച്ച് നല്ലത് മാത്രമാണല്ലോ പറയുന്നത്, അവർ കാണിച്ച നന്ദികേടിന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ ഒരു നന്ദികേടും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, വെള്ള പൂശാൻ നടക്കുന്നത് ശരിയല്ല. അന്ന് നിങ്ങൾ എഴുകോണിലെ നിള പാലസിൽ വരുമ്പോൾ ഞാൻ അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പമില്ല. നിങ്ങൾ ഉർവശിയെ കാണാൻ വന്നു തിരിച്ചു പോകുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഞാൻ ഉർവശി ഉണ്ടായിട്ടില്ല, തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഞാൻ ആലോചിച്ചു, എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവരെക്കുറിച്ച് പറയുമ്പോൾ, ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിന് കഴിയില്ല. ആ കുടുംബം സിനിമയിൽ ആരുമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉർവശി ഭാഗ്യരാജിൻ്റെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയൊരു കാലഘട്ടത്തിൽ, അപ്പോഴാണ് മദ്രാസിൽ ചെല്ലുന്നത്. അതിനു മുൻപ് ആ കുടുംബവുമായി, അവരുടെ അമ്മ വിജയലക്ഷ്മി ചേച്ചിയുമായി, അച്ഛൻ ചവറയുമായി ഒക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ മദ്രാസിൽ പോകുമ്പോൾ ആദ്യം വിളിക്കുന്നതും ആ വീട്ടിൽ തന്നെയാണ്. അവിടെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി, അവരുടെ സഹോദരനോ അവരുടെ മറ്റേ അടുത്ത ബന്ധു ഒരാളായി തന്നെയാണ് ഞങ്ങൾ അവിടെ കൂടാറുള്ളത്. പക്ഷെ ഉർവശി എന്തിനിങ്ങനെ എന്നോട് പെരുമാറി എന്നുള്ള ചോദ്യം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. മറ്റൊന്നുകൊണ്ടൊന്നല്ല, ഞാൻ ഒരു ദ്രോഹവും ആ കുടുംബത്തിന് ചെയ്തിട്ടില്ല. കലാരഞ്ജിനിയായാലും കൽപ്പനയായാലും ഉർവശിയായാലും അവരുടെ രണ്ട് സഹോദരന്മാരായാലും ഒരമ്മയായാലും അവരുടെ അങ്കിളായ ഉണ്ണിയോടായാലും എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. എനിക്ക് കഴിയാവുന്നത്ര പബ്ലിസിറ്റി ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഉർവശിയും അവരുടെ ഭർത്താവായ മനോജ് കെ ജയനും പിരിയാൻ പോകുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് ഉർവശിയെക്കുറിച്ച് കേട്ട കഥകൾ വേദനാജനകമായിരുന്നു. അവർ ഡ്രങ്കേഡാണ് എന്നുള്ള വർത്തമാനമാണ് കേട്ടത്. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് അവരുടെ വീട്ടിൽ തന്നെ ഒരു മെമ്പർ പറഞ്ഞു, പല്ലിശ്ശേരി ചേട്ടൻ ഒരു കാര്യം ചെയ്യൂ, ഒരു രാത്രി 8 മണിയാകുമ്പോൾ പൊടിയൊന്ന് വിളിച്ചു നോക്കൂ. ഉർവശിയെ പൊടി എന്നാണ് വീട്ടുകാരൊക്കെ വിളിക്കാറ്, വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ വിളിച്ചപ്പോൾ ഫോണെടുത്ത് മറുഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ കുഴഞ്ഞ ശബ്ദം തന്നെയായിരുന്നു. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ, മുമ്പൊക്കെ പല്ലിശ്ശേരി ചേട്ടാ എന്നാണ് വിളിച്ചിരുന്നവർ. മുമ്പൊക്കെ പിന്നെ പേര് വിളിച്ചിട്ട്, എന്തിനാണ് നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത്? ഈ കാര്യം ചോദിക്കാനല്ലേ? മനോജ് കെയെ സംരക്ഷിക്കാനല്ലേ? എൻ്റെ വീട്ടുകാരെ സംരക്ഷിക്കാനല്ലേ? എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യേണ്ടായത്. ഞാൻ അതോട് നിർത്തി. കാരണം നമ്മളൊരാളെ നന്നാക്കാൻ വിളിച്ചതല്ല, അടുത്ത് പരിചയമുള്ളൊരു കുടുംബം. ആ കുടുംബം എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഉർവശിയുടെ കുടുംബം നിന്നത് മനോജ് കെയിനൊപ്പമാണെന്ന് ആലോചിക്കണം. അവിടെ ഉർവശി ഒറ്റപ്പെട്ടു പോയിരുന്നു. ആ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് അവർ ഡ്രങ്കേഡായതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അവർ നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവരെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കഴിയാവുന്ന രീതിയിലുള്ള പബ്ലിസിറ്റി, നല്ല പബ്ലിസിറ്റി തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത്. വേദനകൾ നമുക്ക് മറക്കാം, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഈ കാര്യം ഉർവശിയുടെ വീട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ടും കഴിഞ്ഞ ഞങ്ങൾ ഭരത് മുരളി കൾച്ചറൽ സെൻറ്റർ എല്ലാ വർഷവും മുരളിയുടെ പേരിൽ അവാർഡ് കൊടുക്കാറുണ്ട്. ഏറ്റവും മികച്ച നടിക്കുള്ളതാണ് കൂടുതൽ അവാർഡ് കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉള്ളൊഴുക്ക് എന്നുള്ള സിനിമ കണ്ടപ്പോൾ ഞങ്ങൾ ജഡ്ജിങ് കമ്മിറ്റി മോശക്കാരൊന്നുമല്ല, ആർ ശരത്ത്, വിജയകൃഷ്ണൻ അടക്കമുള്ളവരാണ് ജഡ്ജിങ് കമ്മിറ്റി. ഉർവശി കൊടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റ അവാർഡ് മാത്രമാണ് കൊടുക്കുന്നത്, വേറെ അവാർഡില്ല. ആ 25,000 രൂപയാണ് പ്രൈസ് മണി.
അപ്പോൾ അവർ വിളിച്ച് ചോദിക്കും, ഈ അവാർഡ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ? പകരം ആളെ വിടാനും പറ്റില്ല. നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളടുത്ത് അതിനെ സെക്കൻഡ് രണ്ടാമത് മാർക്ക് കിട്ടിയ ആൾക്കാർ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇതുവരെ ആരും അങ്ങനെ നിഷേധകാലമായ സമയം ഉണ്ടായിട്ടില്ല. എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ വന്നു എന്നുള്ളതാണ്. വളരെ സഹകരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ഉർവശിയെ നേരിട്ട് വിളിച്ചു. കാരണം നമുക്ക് അടുപ്പമുള്ളൊരു കുടുംബമാണ്, അടുപ്പമുള്ളൊരു കുട്ടിയാണല്ലോ. വിളിച്ചു, ഉർവശി ഇങ്ങനെ അഭിനയത്തിന് ഇങ്ങനെ മുരളിയുടെ പേരിലുള്ളൊരു അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ മദ്രാസിലാണ് താമസിക്കുന്നത്. മദ്രാസിൽ നിന്ന് എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരിക്കും. അങ്ങനെ 3-4 പേര് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വരിക. ആ ഫ്ലൈറ്റിൽ വന്ന് അവിടെ സ്റ്റാർ ഹോട്ടലാണ് താമസിക്കുക. ഇങ്ങനെയൊക്കെ ചിലവുകൾ വഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല. ഞങ്ങൾ അവർ വരുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും, 25,000 രൂപ മെമൻറ്റോ ഇതെല്ലാം കൊടുക്കും, പിന്നെ യാത്രാ ചിലവും കൊടുക്കും. ആ യാത്രാ ചിലവ് അവർ മദ്രാസിൽ നിന്ന് 3-4 പേർക്കുള്ള യാത്രാ ചിലവില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് താങ്ങാവുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ തരാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും എമൗണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ അവാർഡ് ഞങ്ങൾ കൊടുത്തില്ല. പിന്നെ അവിടെ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തില്ല. കാരണം അത് ഉർവശിക്ക് അർഹതപ്പെട്ട ഒരു അവാർഡാണത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് വേറെ ആർക്കും കൊടുക്കാതിരുന്നത്. പക്ഷെ ഈ ഈയിടെയാണ് ആ ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്ക് ഏറ്റവും നല്ല സഹനടിക്കുള്ള കേന്ദ്ര അവാർഡ് കിട്ടിയത്. നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഉർവശി പറയുന്ന പോലെ തന്നെ ഞങ്ങളും പറയുന്നു, ഉർവശിക്ക് അതിന് കിട്ടേണ്ടിയിരുന്നത് സഹനടിക്കുള്ള അവാർഡല്ല, മികച്ച നടിക്കുള്ള അവാർഡ് തന്നെയാണ്. മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിടാമായിരുന്നു. മുമ്പ് ഇവിടെ എത്രയോ പേർക്ക് അങ്ങനെ പങ്കിട്ടിട്ടുണ്ട്. എന്തിനും ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് തന്നെ 3 പേർക്ക് പങ്കിട്ടിട്ടുണ്ട് ഇവിടെ. അതിൽ തന്നെ 2 പേര് കേരളത്തിലുണ്ട്. ഒന്ന് ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപിയും ഉള്ളപ്പോഴാണ്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അവരെ മികച്ച നടിക്കുള്ള അവാർഡിന് തിരഞ്ഞെടുക്കാമായിരുന്നു. ഇതിപ്പം മാത്രമല്ല, അച്ചുവിൻ്റെ അമ്മ എന്നുള്ള അഭിനയത്തിനും ഇവർക്ക് കൊടുത്തതെന്ന് അന്ന് മീര ജാസ്മിനും ഇവരും മത്സരിച്ച് അഭിനയിച്ചു. ഇപ്പോൾ മീര ജാസ്മിന് പകരം വെച്ചാൽ പാർവതി തിരുവോത്തും ഇവരും മത്സരിച്ച് അഭിനയിച്ചു. അങ്ങനെ നല്ല കട്ടയ്ക്കുള്ള മത്സരത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം അന്നും അവർക്ക് കിട്ടുന്ന മികച്ച നടിക്കുള്ള അവാർഡ്. ഇതൊക്കെ ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്നും കൊടുത്തില്ല. അപ്പോൾ ഇവരിത് കഴിഞ്ഞപ്പോൾ പോലും ഈ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ഷോർട്ട് ഫിലിം മത്സരം നടക്കാറുണ്ട് ഇവിടെ. നല്ല ഇൻ്റർനാഷണൽ ഫിലിം നല്ല രീതിയിൽ തന്നെയാണ്. അതിന് ശരിക്കും ചുക്കാൻ പിടിച്ചിരിക്കുന്ന നമ്മുടെ നല്ല പ്രൊഡ്യൂസറായ അനിൽകുമാർ അമ്പലക്കരയാണ് ശരിക്കും. അപ്പോൾ അനിൽകുമാറും ഞങ്ങൾക്കും കൂടി ഈ ഫംഗ്ഷൻ സമയത്ത് ചില 5-10 വ്യക്തികളെ കണ്ടുകൊണ്ട് ഞങ്ങൾ ചില ഡൊണേഷൻ സ്വീകരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം വന്നാലാണ് പൈസ കിട്ടുള്ളൂ, ഞങ്ങൾ പോയി കിട്ടില്ല. അതനുസരിച്ച് ഞങ്ങൾ ശില്പ ഹോട്ടലിൽ പോയി അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ സിനിമക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സിനിമക്കാർ താമസിക്കും, സന്തോഷമായി. ആരാണെന്ന് ചോദിച്ചു. ഉർവശിയുടെ ഹസ്ബൻഡ് അവരുടെ യൂണിറ്റാണ് താമസിക്കുന്നത്. ഉർവശിയുടെ ഹസ്ബൻഡാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അവരൊക്കെ തന്നെയാണ് നിർമ്മാതാവ്. ഞങ്ങൾ ഉർവശി ഉണ്ടോ അവിടെ ചോദിച്ചു. ഉർവശി ഇവിടെയല്ല, ഉർവശി നെഴുകോളിൽ നിള പാലസിലാണ് താമസിക്കുന്നത്. നമ്മുടെ പഴയ സുഹൃത്തുക്കളല്ലേ, പഴയ കുടുംബങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഉർവശി വിളിച്ച് ഫോൺ ചെയ്തു. ഞാനാണ് വിളിക്കുന്നത്. ഉർവശിക്ക് ആദ്യം മനസ്സിലായില്ല ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ആളാണ് വിളിച്ചത്. കാരണം നമുക്ക് അങ്ങനെ ഇവരൊക്കെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആൾക്കാരല്ലേ വിളിച്ചത്. പലരും മറന്നു പോകുന്ന ആൾക്കാരാണ് അവർ. പല്ലിശ്ശേരി ചേട്ടനാണോ, എന്താ കാര്യം? അല്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളുടെ സിനിമ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഹസ്ബൻഡ് ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉർവശിയും ഇവിടെയാണെന്ന് വിചാരിച്ചപ്പോഴാണ് നിള പാലസ് എന്നറിഞ്ഞത്. ഞാനിപ്പോൾ വിളിച്ചത് ഞങ്ങളുടെ ഷോർട്ട് ഫിലിം മത്സരത്തിൻ്റെ ഇന്റർനാഷണൽ ഉദ്ഘാടനം ചെയ്യാൻ ഉർവശി കൊട്ടാരക്കരയുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വന്നാൽ കൊള്ളാം, അത് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോൾ വരണം, എപ്പോൾ കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു 4-4:30 ഓടി നിള പാലസിൽ വന്നാൽ മതി, ഞാൻ ഡേറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഞാനിവിടെയും പറഞ്ഞു, ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അനിലേട്ടനോട് കൂടി ഞാൻ പറഞ്ഞിട്ടാണ് ഞാനവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ ഉർവശി അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇന്ന ആൾ വന്നിട്ടുണ്ട്, ഉർവശി റൂമിലേക്ക് വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നുള്ള മറുപടിയാണ്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഇല്ല, അവർ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ആരോട് സംസാരിച്ചേ? അല്ല, അവരുടെ ഒരു ആയോടാണ് സംസാരിച്ചത്, ഇല്ല എന്ന് പറഞ്ഞു. ഞാനവിടെ കുറേ സമയം ഇരുന്നു. എനിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം അവർ വരാതിരിക്കേ. കാരണം ഇത്രയും വർഷത്തെ ബന്ധങ്ങളുണ്ടായിട്ട് പോലും ഈ നന്ദികേട് കാണിക്കുന്നതിൽ അതെനിക്ക് ബോധ്യപ്പെടണം.
ഞാൻ അവിടെ 1 മണിക്കൂറോളം ഇരുന്നു. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ച ആ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞങ്ങളത്തെ പരിചയമില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ഉർവശി ഇറങ്ങി വരുന്നു. കൗണ്ടറിൽ താക്കോൽ ഏൽപ്പിച്ചിട്ട് അവർ കാറിൽ കയറി പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാം. ഇത് എന്നെപ്പോലൊരാളെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ അത്രമാത്രം സ്നേഹിക്കുകയും ആ കുടുംബത്തിന് പത്രദാനത്തിൽ കൂടി മാക്സിമം സഹായം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് അപമാനിക്കുകയുണ്ടായിരുന്നത്. പക്ഷെ ഇത് പുറത്ത് പറയാൻ എനിക്ക് ഒരു നാണക്കേടുണ്ടായിരുന്നു. കാരണം അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ ഈ സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കിതൊക്കെ ഓർമ്മിക്കാതെ പറ്റുമോ? ഞാനത് ഓർമ്മിച്ചു പോയി. കാരണം ഉർവശി ഇപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുമ്പോൾ ചില സത്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ?